കൂട്ടില്ലതാനും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ സമത്വത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ഓണം ആഘോഷിക്കണം. ഈ ഓണക്കാലത്തും അതിനുശേഷവും നമ്മളുടെ മുന്നിലേക്ക് വരുന്ന മനുഷ്യൻ്റെ നന്മ കാണാനും ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാനും അതിന് പരിഹാരം കാണാനും നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആരവം 2026 യഥാർത്ഥത്തിൽ ഒരു ആരവമാക്കി തീർത്ത എനിക്ക് മുന്നിലുള്ള നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയോടുള്ള ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എന്തായാലും ഒരുപാട് സന്തോഷം. കൊച്ചിൻ കോർപ്പറേഷനിൽ ചെറുപ്പം കാലം തുടങ്ങി പല പല കാര്യത്തിന് കയറി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കോർപ്പറേഷനിൽ ഗസ്റ്റായിട്ട് വരുന്നത്. വലിയ സന്തോഷം. ഓണത്തിന് എന്ത് പരിപാടിക്ക് വിളിച്ചാലും പോകാൻ സന്തോഷമാണ്. കാരണം ലോകത്തിൽ മൊത്തം ഒരു സംസാരമുണ്ട്, മലയാളി സ്ത്രീകളാണ് ഏറ്റവും സുന്ദരിമാരുന്നത്. മുഖം തെളിഞ്ഞിട്ടല്ല. അപ്പം അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സീസണാണ് ഓണം. ഓണക്കാലത്താണ് മലയാളി മംഗന്മാരായിട്ട് ഇതുപോലെ അണിഞ്ഞൊരുങ്ങി അല്ലേ നമ്മുടെ നാട്ടിലെല്ലാവരെയും കാണുന്നത്. അപ്പം അങ്ങനെ മലയാളി മംഗന്മാരായിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു കൈയ്യടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഞങ്ങൾ കുറേ പേര് മുണ്ടക്കൊടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കും ആവാം, ആമ്പിള്ളേർക്കും ഒരു കൈയ്യടി ആവാം. മിനിമോൾ മാം പറഞ്ഞ പോലെ പാടിയ പോലെ അതിലെ മാവേലി നാട് വാഴുന്ന കാലം അടിപൊളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വരി ഒന്ന് മാറ്റി, മാവേലി മാറ്റി, മിനിമോള് നാട് വാഴും കാലം അല്ലേ, അങ്ങനെ കൊച്ചിക്കാർക്ക് പാടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരുടെയും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എല്ലാം ഉണ്ടാവട്ടെ. ഈ ഓണക്കാലത്ത് മാത്രമല്ല, ഈ ഓണം മുതൽ അങ്ങോട്ട് ഗംഭീരമാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിബിൻ്റെയും എൻ്റെയും പേര് കേൾക്കുമ്പോൾ ഞങ്ങളൊക്കെ കലാകാരന്മാർ എന്ന് പറയുന്ന അഡ്രസ്സിലാണല്ലോ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു 2 വരി പാട്ട് ഞാനും പാടാം. കാവിൽ വിളക്ക് തെളിച്ചവള്, കാത്തിരിക്കാന്ന് പറഞ്ഞവള്, കണ്ണോടു കണ്ണായിരുന്നവള്, മണ്ണോട് മണ്ണായി മറഞ്ഞവള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയമായ ഓണാശംസകൾ അറിയിക്കുന്നു. പിന്നെ പല ഓണപരിപാടിക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു പരിപാടി ഇന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്കൂളിലെ മിടുക്കന്മാർ അടിപൊളിയായിരുന്നു. അവർക്ക് നല്ലൊരു കഴിവ്